CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്കെതിരെ കൂടുതൽ തെളിവുകൾ ഇഡിക്ക്. ഇൻവോയ്സ് ഇല്ലാതെ CMRL നിന്ന് 45 ലക്ഷം രൂപ വീണ കൈപ്പറ്റി. CMRLന്റെ തട്ടിപ്പ് രീതിയും ഇഡിയുടെ റിപ്പോർട്ടിലുണ്ട്. ചരക്ക് നീക്കത്തിന്റെ ചിലവെന്ന പേരിൽ ട്രാൻസ്പോർട്ടർമാരിലേക്ക് തുക കൈമാറും. പിന്നാലെ ഇത് പിൻവലിച്ച് CMRL അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് കർത്തയുടെ രീതിയെന്നും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, എന്തായാലും വീണയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിരിക്കുകയാണ് ഇഡി. എന്തായാലും ഈ റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വിവരങ്ങൾ കൂടുതലായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അതേ അഡ്ജുക്കേറ്റിംഗ് കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ വീണ ടിയുമായി ബന്ധപ്പെട്ട് വരുന്നത്, അതായത് ഇൻവോയ്സ്, ഈ CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇൻവോയ്സ് തയ്യാറാക്കുന്ന, ഈ പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഇൻവോയ്സ് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ വീണ ടി പണം കൈപ്പറ്റി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഏതാണ്ട് 45 ലക്ഷം രൂപയാണ് 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിലായി കൈപ്പറ്റിയിട്ടുള്ളത്. അങ്ങനെ 45 ലക്ഷം രൂപ, അതിനുശേഷമാണ് പിന്നീട് ഇൻവോയ്സ് ഒക്കെ തയ്യാറാക്കിയതെന്നാണ് ഇഡിയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ ഒരു തരത്തിലുമുള്ള സേവനവും നൽകാതെയാണ് ഈ വീണ ടിയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയതെന്നുള്ള ശശിധരൻ കർത്തയുടെ മൊഴി പുറത്തു വന്നിരുന്നു. അത് ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് വീണയും സമ്മതിക്കുന്നതും ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ 45 ലക്ഷം രൂപയാണ് ഒരു തരത്തിലുമുള്ള ഇൻവോയ്സ് അടക്കം ഒന്നുമില്ലാതെ കൈപ്പറ്റിയത് എന്നുള്ളതാണ് ആദ്യത്തെ തെളിവ്. അതുപോലെ തന്നെ ഈ CMRL-ന്റെ ഒരു സാമ്പത്തിക തട്ടിപ്പ് രീതിയും ഇഡിയുടെ ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ CMRL ഇത്തരത്തിൽ പണം ആദ്യം ഈ ചരക്ക് നീക്കത്തിന് എന്ന പേരിൽ പണം ഈ ട്രാൻസ്പോർട്ടർമാരുടെ, അതായത് ഈ ചരക്ക് നീക്കുന്ന ട്രാൻസ്പോർട്ട് കമ്പനികളുടെ അക്കൗണ്ടിലേക്ക് കൈമാറും. അതിനുശേഷം അത് 7% അവർക്ക് കമ്മീഷൻ കൊടുക്കും. ആ പണത്തിൻ്റെ 7% അവർക്ക് കമ്മീഷൻ കൊടുത്ത ശേഷം ആ പണം വീണ്ടും CMRL-ന്റെ അക്കൗണ്ടിലേക്ക് തിരികെ മാറ്റും എന്നതാണ് രീതി എന്നുകൂടി ഇപ്പോൾ ഈ ഇഡി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയ കോടികളുടെ ക്രമക്കേട് ഇത്തരത്തിൽ ശശിധരൻ കർത്ത ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് പുതിയതായി വന്നിരിക്കുന്നത്. അത്തരത്തിൽ ഇനിയിപ്പോൾ ഇവരുടെ സ്വത്ത് കെട്ടുന്നതടക്കമുള്ള നടപടികൾ ഇഡി വേഗത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ലാത്ത രേഖകളുടെ ഒക്കെ ആസ്തികളും മറ്റു വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ഇത്തരത്തിൽ ഈ സ്വത്ത് കണ്ടുകെട്ടുന്നതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണയ്ക്കടക്കം ഈ പ്രതികൾക്ക് ഈ തങ്ങളുടെ ഭാഗം ഈ ബോർഡിന് മുമ്പിൽ വിശദീകരിക്കാനുള്ള അവസരം കൂടി നൽകുകയും ചെയ്യും. ഏതായാലും അതിനുശേഷമായിരിക്കും തീരുമാനം ഉണ്ടാവുക. അതിനൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനിലേക്കും ഇഡിയുടെ അന്വേഷണം പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ആലോചനയും ഇഡിക്ക് ഉള്ളിലുണ്ട്. അതായത് ഈ ശശിധരൻ കർത്തയുടെ മൊഴി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പിണറായി വിജയനുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം നൽകിയതെന്നുള്ളതാണ് ശശിധരൻ കർത്ത നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനിലേക്കും അന്വേഷണം എത്താനുള്ള സാധ്യത ഉണ്ട്. പിണറായി വിജയനെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിണറായി വിജയൻ അത് ഒരു മാധ്യമ അല്ലെങ്കിൽ അത് അത്തരത്തിൽ തന്നെ വേട്ടയാടുന്നതിനുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ശശിധരൻ കർത്തയുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പിണറായി വിജയൻ്റെ ബന്ധത്തിന് പുറത്താണ് ഇത്തരത്തിൽ 2.78 കോടി രൂപ നൽകിയതെന്നുള്ള കാര്യം. വീണ അത് സമ്മതിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പിണറായി വിജയനിലേക്ക് കൂടി അന്വേഷണം എത്താനുള്ള സാധ്യതയുമുണ്ട്. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർജാണ്. പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഓഫീസിൽ നിന്നെന്ന വ്യാജേന എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനെ ഫോണിൽ വിളിച്ച് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്യാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ കോഴിക്കോട്ടെത്തിച്ചു. ഡൽഹി സ്വദേശികളായ ഗൗരവ്, നിതിൻ കുമാർ എന്നിവരെ ഡൽഹിയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള വലിയ തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമാണോ ഇവരെന്ന് പരിശോധിക്കുന്നുണ്ട്. MLA വിളിച്ച നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഡൽഹി സ്വദേശിയായ മറ്റൊരാളുടെ നഷ്ടപ്പെട്ട ഫോണിൽ നിന്നാണ് ഇവർ വിദ്യയും മറ്റു നേതാക്കളെയും ഒക്കെ വിളിച്ചത്. നിതിൻ കുമാറും ഗൗരവും ചേർന്നാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി രാജ്കുമാർ എന്ന പേരിൽ MP-മാരെയും MLA-മാരെയും വിളിച്ചത് ഗൗരവാണ്. പ്രിയദർശിനി പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ 3 കണ്ടക്ടർമാർക്ക് KSRTC നോട്ടീസ് നൽകി.
പുരുഷന്മാർക്ക് സീറോ വാല്യൂ ടിക്കറ്റ് നൽകി യാത്രക്കാരിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ആരോപണം. ബസ്സിലെ പരിശോധനയ്ക്കിടെയാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ബസ്സുകളിലെ പരിശോധന കർശനമാക്കാൻ KSRTC തീരുമാനിച്ചു. സ്ത്രീകൾക്ക് നൽകുന്ന സീറോ വാല്യൂ ടിക്കറ്റ് പുരുഷ യാത്രക്കാർക്ക് നൽകി അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതാണ് തട്ടിപ്പ് രീതി.